പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ. ദുബായ് മെട്രോയ്ക്ക് ഇന്ന് 15ാം പിറന്നാൾ. കഴിഞ്ഞ 15 വർഷത്തിനിടെ മെട്രോയിൽ യാത്ര ചെയ്തത് 240 കോടി ജനങ്ങൾ. ദുബായ് എമിറേറ്റിന്റെ വികസന യാത്രയിൽ നിർണായക പങ്കുവഹിച്ച മെട്രോ വഴി ദൈനംദിനം 7.3 ലക്ഷം പേരാണ് യാത്ര ചെയ്യുന്നത്. കൃത്യനിഷ്ഠതയിൽ 99.7% മാർക്കാണ് ദുബായ് മെട്രോയ്ക്ക്. അപകടരഹിത യാത്ര എന്ന പേരും മെട്രോയ്ക്ക് ഇതിനകം നേടാനായി. 2009 സെപ്റ്റംബർ 9 ദുബായ് മെട്രോയുടെ ആദ്യ യാത്ര. തുടക്കത്തിൽ പ്രതിദിന യാത്രക്കാർ 20,000 ആയിരുന്നു. പിന്നീട് അനുദിനം യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുകയായിരുന്നു. 15ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നിരവധി പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. സ്റ്റാമ്പ് കളക്ടേഴ്സിനായി ലിമിറ്റഡ് എഡിഷൻ സ്റ്റാമ്പ് പുറത്തിറക്കും. ക്യാമ്പയിൻ ലോഗോ പതിച്ച സ്പെഷ്യൽ എഡിഷൻ നോൾ കാർഡും RTA പുറത്തിറക്കുന്നുണ്ട്. സെപ്റ്റംബർ 21 മുതൽ 27 വരെ മെട്രോ സ്റ്റേഷനുകളിൽ ബ്രാൻഡ് ദുബായ് അവതരിപ്പിക്കുന്ന വ്യത്യസ്ത സംഗീത പരിപാടികളും ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. CCTV ഉപയോഗത്തിന് പുതിയ നിയമം നടപ്പിലാക്കി സൗദി അറേബ്യ. CCTV ദൃശ്യങ്ങൾ അനധികൃതമായി പുറത്തുവിട്ടാൽ 20,000 റിയാൽ വരെ പിഴ. സൗദി ആഭ്യന്തര മന്ത്രാലയമാണ് ഇതുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ പുറത്തുവിട്ടിരിക്കുന്നത്. CCTV ഉപയോഗം മൂലമുണ്ടാകുന്ന 18 തരം നിയമലംഘനങ്ങൾക്ക് പിഴ നിശ്ചയിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കൈമാറുക, ദൃശ്യങ്ങൾ നശിപ്പിക്കുക, അനാവശ്യമായി CCTV റെക്കോർഡുകൾ പ്രസിദ്ധീകരിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങൾക്ക് 20,000 റിയാൽ വീതം പിഴ ചുമത്തും. അനുമതിയില്ലാതെ CCTVകൾ സ്ഥാപിച്ചാൽ പിഴ 10,000 റിയാൽ. സുരക്ഷ അല്ലാതെ മറ്റെന്തെങ്കിലും കാര്യത്തിന് രഹസ്യ ക്യാമറ വെച്ചാൽ 500 റിയാലാണ് പിഴ. സ്ത്രീകളുടെ ക്ലബ്ബുകൾ, വിനോദസഞ്ചാര മേഖലകൾ, സലൂണുകൾ, മെഡിക്കൽ ഓപ്പറേഷൻ മുറികൾ എന്നിവിടങ്ങളിൽ ക്യാമറകൾ പാടില്ല. ഫിസിയോതെറാപ്പി മുറികൾ, സ്ത്രീകൾ വസ്ത്രം മാറുന്ന സ്ഥലങ്ങൾ, കുളിമുറികൾ എന്നിവിടങ്ങളിലും CCTV നിയമവിരുദ്ധമാണ്. ക്യാമറകൾ സ്ഥാപിച്ച വിവരങ്ങൾ സംബന്ധിച്ച മുന്നറിയിപ്പ് ബോർഡുകൾ എല്ലായിടത്തും വയ്ക്കണം. ഇല്ലെങ്കിൽ പിഴ നൽകേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ടൂറിസം രംഗത്ത് കുതിക്കാൻ UAE. 6 വർഷത്തിനകം 100 ദശലക്ഷം ദിർഹം വിദേശ നിക്ഷേപം ആകർഷിക്കാനാണ് പദ്ധതി. വിദേശ നിക്ഷേപം രാജ്യത്തെത്തുക വഴി GDPയിലേക്കുള്ള സംഭാവന 4,50,000 കോടി ദിർഹമാക്കി ഉയർത്തുകയാണ് ലക്ഷ്യം. ടൂറിസം സ്ട്രാറ്റജി 2031 അടിസ്ഥാനത്തിലാണ് പദ്ധതിയിടുന്നത്. അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളുടെ വരവിലും ഹോട്ടൽ ബുക്കിംഗിലും ശ്രദ്ധേയമായ പ്രകടനം തുടരുകയാണ്. 2023 ടൂറിസം മേഖല UAEയുടെ GDPയുടെ 11.7% സംഭാവന ചെയ്തതായി വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിലിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2024 ഇത് 12% ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2024 ആദ്യ 7 മാസങ്ങളിൽ 10.62 ദശലക്ഷം വിനോദസഞ്ചാരികളെ ദുബായ് സ്വാഗതം ചെയ്തു. ഇത് വർഷം തോറും 8% വർധനവ് രേഖപ്പെടുത്തുന്നു. അതേസമയം അബുദാബിയിലെ ഹോട്ടലുകളിൽ 2024 ആദ്യ പകുതിയിൽ 2.87 ദശലക്ഷത്തിലധികം അതിഥികളാണ് എത്തിയത്. ഈ നേട്ടങ്ങൾ UAEയുടെ സുസ്ഥിര ടൂറിസം നയങ്ങളുടെയും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുടെയും വിജയത്തെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിൽ നിന്ന് GCC രാജ്യങ്ങളിലേക്കുള്ള പ്രതിദിന വിമാന സർവീസുകൾ ഇരട്ടിയാക്കാൻ ലക്ഷ്യമിട്ട് ആകാശ എയർ. ടിക്കറ്റ് നിരക്കുകൾ കൂട്ടില്ലെന്നും വാഗ്ദാനം. കഴിഞ്ഞ മാർച്ചിലാണ് ആകാശ എയർ അന്താരാഷ്ട്ര സർവീസുകൾ ആരംഭിച്ചത്. ഗൾഫിലേക്ക് പ്രതിദിനം ഒരു വിമാന സർവീസാണുള്ളത്. നിലവിൽ 5 ഇടങ്ങളിലേക്കാണ് സർവീസ് നടത്തുന്നത്. ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും ലക്ഷ്യമിടുന്നതായി ആകാശയുടെ സ്ഥാപകനും CEOയുമായ വിനയ് ദുബൈ പറഞ്ഞു. മുംബൈയിൽ നിന്ന് അബുദാബി, ദോഹ, ജിദ്ദ, കുവൈറ്റ് സിറ്റി, റിയാദ് എന്നിവിടങ്ങളിലേക്കാണ് നിലവിൽ സർവീസ് നടത്തുന്നത്. ദിവസേനയുള്ള ഫ്ലൈറ്റുകൾ ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ 3-4 വ്യത്യസ്ത പോയിന്റുകളിൽ നിന്ന് ഗൾഫിലേക്ക് സർവീസ് നടത്താനോ പദ്ധതിയുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുത്താൻ കൂടുതൽ സർവീസുകൾ വഴി സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ കുവൈറ്റ് ബയർ സെല്ലർ മീറ്റിന് തുടക്കം. വ്യാപാര പ്രൊമോഷൻ പരിപാടിയിൽ 15ലധികം ഇന്ത്യൻ കമ്പനികൾ പങ്കെടുക്കും. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുമായി സഹകരിച്ച് ട്രേഡ് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയാണ് ബയർ സെല്ലർ മീറ്റ് സംഘടിപ്പിക്കുന്നത്. ഹോട്ടൽ ഗ്രാൻഡ് മജസ്റ്റിക്കിലെ അനൌദ് ഹാളിൽ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർ സ്വൈക ഉദ്ഘാടനം ചെയ്തു.
കുവൈറ്റ് ഗുണമേന്മയുള്ള വിപണിയാണെന്നും ഇന്ത്യൻ കയറ്റുമതിക്കാർക്കും കമ്പനികൾക്കും ഏറെ സാധ്യതയുള്ളതാണെന്നും അംബാസഡർ പറഞ്ഞു. ഭക്ഷ്യ, കാർഷിക, പാനീയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഹൈപ്പർ മാർക്കറ്റുകൾ, റീറ്റെയിൽ സ്റ്റോറുകൾ എന്നിവ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധി സംഘം സന്ദർശിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.